തിരികെ എത്തുമ്പോൾ ഇൻഡിഗോ സർവീസ് യാത്രക്കാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അതങ്ങനെ തുടരുകയാണ്. അപ്പോൾ പ്രതിസന്ധി അവസാനിക്കുന്നില്ല. ഇൻഡിഗോ വിമാന സർവീസുകൾ വീണ്ടും വെട്ടിച്ചുരുക്കി. 94 റൂട്ടുകളിലായി ദിവസേനയുള്ള 130 വിമാന സർവീസുകളാണ് ഇപ്പോൾ വെട്ടിച്ചുരുക്കിയത്. തിരക്കേറിയ വിമാനത്താവളങ്ങളെയും പ്രധാന റൂട്ടുകളെയും കാര്യമായി ബാധിക്കാത്ത രീതിയിലാണ് ക്രമീകരണം. DGCA നിർദ്ദേശപ്രകാരമാണ് നടപടി. അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, ഇപ്പോൾ ഇൻഡിഗോ വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചിരിക്കുന്നു. എന്താണ് അതിന് പിന്നിലെ കാരണം? ഇൻഡിഗോ വിമാന പ്രതിസന്ധി ഉണ്ടായതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഇടപെടൽ DGCയും വ്യോമയാന മന്ത്രാലയവും നേരത്തെ നടത്തിയിരുന്നു. ഇതിന് പ്രകാരം ഒരു 10% വിമാന സർവീസുകൾ ഇൻഡിഗോയുടെ വെട്ടിക്കുറയ്ക്കുന്നുവെന്ന് നേരത്തെ തന്നെ DGCA ഉത്തരവ് ഇറക്കിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 94 റൂട്ടുകളിലായി 130 വിമാന സർവീസുകൾ ഇപ്പോൾ ഇൻഡിഗോ റദ്ദാക്കിയിരിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാം DGCA കർശന നിലപാട് ഇൻഡിഗോയ്ക്കെതിരെ എടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 10% ആഭ്യന്തര വിമാന സർവീസുകളിൽ ഇൻഡിഗോ കുറവ് വരുത്തിയിരിക്കുന്നത്. അതേസമയം തിരക്കേറിയ മേഖലകളെയും ജനങ്ങളെയും വലിയ രീതിയിൽ ബാധിക്കാതെയാണ് ഇൻഡിഗോയുടെ ഇപ്പോൾ ഈ വെട്ടിക്കുറവ് നടത്തിയിരിക്കുന്നത്. അതേസമയം ഈ വെട്ടിക്കുറച്ച് 10% വിമാന സർവീസുകൾ മറ്റ് വിമാന കമ്പനികൾക്ക് നൽകുമെന്നതാണ് ഇപ്പോൾ പ്രധാനമായും DGCA നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ 10% വിമാന സർവീസുകൾ ഇൻഡിഗോ വെട്ടിക്കുറച്ചതിന് മൂലം ഉണ്ടാകില്ല. അതേസമയം പ്രധാന വിമാന സർവീസുകൾ നടക്കുന്ന ഡൽഹി, അതുപോലെ തന്നെ മുംബൈ അടക്കമുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. കേരളത്തിലെയും 1-2 സർവീസുകളിൽ കുറവ് വന്നേക്കാമെന്ന് മാത്രമാണ് ഇൻഡിഗോ ഈ ഘട്ടത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഇൻഡിഗോ വിമാന പ്രതിസന്ധി മൂലം വലിയ പ്രതിസന്ധിയിലായിരുന്നു യാത്രക്കാരടക്കം ഉണ്ടായിരുന്നത്. ഡിസംബർ ആദ്യവാരം അടക്കം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. നിരവധി തവണ ഇൻഡിഗോ CEO അടക്കം വ്യോമയാന മന്ത്രാലയത്തേക്ക് വിളിച്ചു വരുത്തുകയും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം അടക്കം തേടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 10 വരെയാണ് പഴയ ചട്ടം തുടരുവാൻ വേണ്ടി ഇൻഡിഗോയ്ക്ക് ഇളവ് നൽകിയിരിക്കുന്നത്. ആ ഇളവിന്റെ നൽകുമ്പോഴും കടുത്ത നടപടികളിലേക്ക് അടക്കം DGCA വരും ദിവസങ്ങളിലും കടക്കും. ഒരുപക്ഷെ ഒരു വലിയ പിഴയടക്കം ചുമത്തുന്ന കാര്യത്തിലേക്കൊക്കെ DGCA ആലോചിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ തന്നെ 10% വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കുമെന്ന ഉത്തരവ് DGCA ഇറക്കിയിരുന്നു. ആ ഉത്തരവാണ് ഇപ്പോൾ ഇൻഡിഗോ പാലിച്ചിരിക്കുന്നത്.